മോണ്ടോപോളോ ആശ്രമത്തിൽ ഏതാനും ഫ്രാൻസിസ്കൻ വൈദിക വിദ്യാർത്ഥികളുടെ പൗരോഹിത്യ സ്വീകരണ ദിനം സുവിശേഷ പ്രഘോഷണത്തിനായി ആരും തന്നെ മുന്നോട്ട് വന്നില്ല. ആരെയും ലഭിക്കാതെ വന്നപ്പോൾ ആശ്രമശ്രേഷ്ഠൻ അവിടെ അടുക്കളയിൽ വിരുന്നുകാർക്ക് ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരുന്ന അന്തോണിയെ വചനം പങ്കുവയ്ക്കുവാൻ ക്ഷണിച്ചു. അന്തോണി വേഗം കൈ കഴുകി ബലിവേദിയിലേക്ക് വന്നു. അല്പസമയം പ്രാർത്ഥിച്ചു. പിന്നീട് അരമണിക്കൂർ നേരം പ്രസംഗിച്ചു. എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലായിരുന്നു പ്രസംഗം. ശ്രോതാക്കളിൽ ഒരാൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സഹായിയായ ഏലിയാസ് ആയിരുന്നു. അയാൾ അന്തോണിയുടെ പ്രസംഗത്തെക്കുറിച്ച് ഫ്രാൻസിസ് അസീസിയോട് പറഞ്ഞു. ഫ്രാൻസിസ് ഉടനെ അന്തോണിയെ വിളിപ്പിച്ചു. ഫ്രാൻസിസ് അന്തോണിയോട് പറഞ്ഞു, അച്ഛൻ ഇനി ദൈവവചനം പ്രസംഗിക്കുന്നത് തുടരുക. അന്തോണീസിന്റെ പിന്നീടുള്ള ജീവിതത്തിൽ വചനപ്രഘോഷണത്തിന്റെ ഒരു ഘോഷയാത്രയായിരുന്നു. പകൽ മുഴുവൻ വചനപ്രഘോഷണവും രാത്രി മുഴുവൻ പ്രാർത്ഥനയും വചനധ്യാനവും.